അടുത്തതായി നമ്മൾക്ക് ഇൽമ പകർന്നു തരാൻ വേണ്ടി നമ്മുടെ കൂടെ നമ്മുടെ എവരെയും പ്രിയങ്കരിയായ ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കർ സമീർത്തയാണ്. ഇസ്ലാമില് സാമ്പത്തിക പരിശുദ്ധിയെക്കുറിച്ചും പലിശയുടെ ഗൗരവത്തെ കുറിച്ചാണ് നമ്മോട് സംസാരിക്കുന്നത്. സമീർത്ത. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വ അൻത തജ്അലൽ ഹുസ്ന ഇദാ ശിഅത സഹ്ല. റബ്ബി സിദ്നാ ഇൽമാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ പരിചയപ്പെട്ട പ്രിയപ്പെട്ട ടീച്ചർമാരെ, എന്റെ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഇന്നി ഉഹിബ്ബുക്കും ഫീ സബീലില്ലാഹ്. ഒരു ദിവസം രാവിലെ ഫോൺ എടുത്തപ്പോ തന്നെ ഒരു മെസ്സേജ് കണ്ടു. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ചുരുങ്ങിയ വാക്കുകളിലൂടെ മാത്രം പരിചയപ്പെട്ട ഒരു സഹോദരി. ആ ഒരു വാക്കിൽ നിന്നും കിട്ടിയ എനർജി ആ ദിവസം മുഴുവൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാക്ക് ഞാൻ ഇന്നിവിടെ പറഞ്ഞത്. ഇവിടെ ഞാൻ ചർച്ച ചെയ്യുന്ന വിഷയം പലിശയുടെ ഗൗരവത്തെക്കുറിച്ചാണെങ്കിൽ അതെന്റെ സഹോദരിമാർക്ക് ഉപകാരപ്പെട്ടെന്ന് വരില്ല. ഖുർആൻ ഹിഫ്ളാക്കുന്ന, തദബ്ബുർ ചെയ്യുന്ന, ദിവസേന ഓർമ്മപ്പെടുത്തുകൾ കേൾക്കുന്ന, നൂറസുദരി എക്സാം എഴുതുന്ന എന്റെ സഹോദരിമാർക്ക് ഇത്തരം ഒരു ക്ലാസിന്റെ ആവശ്യകതയില്ലെന്നറിയാം. എങ്കിലും ആയിഷ മാമിന്റെ പലിശയെക്കുറിച്ചുള്ള ക്ലാസുകൾ കേൾക്കുമ്പോൾ അവ ഓരോന്നും എന്റെ ചുറ്റുപാടുകളിലേക്ക് എത്തിക്കണമെന്ന അതിയായ ആഗ്രഹം തോന്നിയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം തെരഞ്ഞെടുത്തതും. ഇതിൽ 75% ആയിഷ മാമിന്റെ നൂറസുദരി ആയതുകൊണ്ട് ആവർത്തന വിരസമായെങ്കിൽ ക്ഷമിക്കുക. ഞാൻ ഉൾപ്പെടുന്ന എന്റെ ചുറ്റുപാടിലേക്ക് ഇത്തരമൊരു അറിവ് എത്തിക്കുന്നതിന് വേണ്ടി ഞാൻ ഈ പ്ലാറ്റ്ഫോം തന്നെ തെരഞ്ഞെടുത്തത് എന്റെ സംസാരത്തിലെ തെറ്റുകൾ തിരുത്തി തരാൻ മാത്രം യോഗ്യരായ അധ്യാപകരും കൂട്ടുകാരും ഇവിടെയുള്ളത് കൊണ്ടാണ്. എന്റെ ദഅവ എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചതും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ചാണ്. വിലമതിക്കാനാവാത്ത പല സൗഹൃദങ്ങളും എനിക്ക് ലഭിച്ചതും ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. 7 വൻപാപങ്ങളിൽ ഒന്നായ പലിശയുടെ ഗൗരവത്തെക്കുറിച്ച് ഇന്ന് പലരും അശ്രദ്ധരാണ്. വ്യഭിചരിക്കുന്നവരെയും കൊലപാതകികളെയും ഒക്കെ വലിയ കുറ്റവാളികളായി മുദ്ര കുത്തപ്പെടുത്തുമ്പോൾ ഇന്ന് നമ്മുടെ സമൂഹം പലിശയുമായി ബന്ധപ്പെട്ടവരെ വളരെ നോർമലായിട്ടാണ് കാണുന്നത്. ഇന്ന് വളരെ കോമൺ ആയി ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പലിശയുമായി ബന്ധപ്പെട്ടു കിടക്കുകയാണ് നമ്മിൽ പലരും. പലിശയുടെ ഗൗരവം അറിയാത്തത് കൊണ്ട് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം പലിശ എടുക്കേണ്ടി വരുന്ന എന്റെ ചുറ്റുപാടുമുള്ളവർ എന്റെ വാക്കുകൾ കൊണ്ട് വേദനിച്ചെങ്കിൽ ക്ഷമിക്കുക. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന, ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത അത്യുന്നതമായ ആ സ്വർഗത്തിൽ ഇതുപോലെ ഒരുമിച്ച് കൂടണമെങ്കിൽ ഇതേക്കുറിച്ച് എനിക്ക് സംസാരിച്ചേ മതിയാവൂ. ഇങ്ങനെ ഒരു അറിവ് വന്നെത്തിയിട്ടും അറിവില്ലാത്തവരിലേക്ക് എത്തിച്ചില്ലെങ്കിൽ അള്ളാഹുവിന്റെയും മലക്കുകളുടെയും ശാപം ഭയന്ന് ഇതെന്റെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് റബ്ബിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ഏറ്റെടുത്തതാണ് ഞാൻ ഈ വിഷയം. നമ്മുടെ ഹൃദയം പോലെ പരിശുദ്ധമായിരിക്കണം നമ്മുടെ സമ്പത്തും. ചുറ്റുപാടുമുള്ളവർ എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും പലിശയെ വാങ്ങാനോ കൊടുക്കാനോ പാടില്ല. ഒരാളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ പണം ആവശ്യമായി വരുന്ന സന്ദർഭത്തിൽ അവന്റെ സാഹചര്യങ്ങൾ മുതലെടുത്ത് അവനെ കൊണ്ട് താങ്ങാവുന്നതിലും അപ്പുറം തിരിച്ചെടുക്കലാണ് പലിശ. നമ്മൾ ചെയ്യുന്ന ഓരോ ഇടപാടുകളും അള്ളാഹുവിന്റെ തൃപ്തികരമല്ലാത്ത രീതിയാണെങ്കിൽ അള്ളാഹു ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അന്ന് ആ വിചാരണ കോടതിയിൽ നമുക്ക് റബ്ബിനോട് എന്ത് ന്യായീകരണം പറയും? ഏതെങ്കിലും രീതിയിൽ പലിശയുമായി ബന്ധമുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കാൻ ദുആ ചെയ്യുക. ശിർക്കൊഴികെ അള്ളാഹു ഇത്രത്തോളം കർശനമായി താക്കീത് ചെയ്ത വേറൊരു വിഷയവുമില്ല. പലിശ വാങ്ങലാണെങ്കിലും കൊടുക്കലാണെങ്കിലും അതുമായി സഹകരിക്കലാണെങ്കിലും എല്ലാം മഹാപാപമാണ്. അള്ളാഹു ശപിച്ചവരിൽ പെട്ടവരാണവർ. അള്ളാഹുവിന്റെ ശാപം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കാരുണ്യം നഷ്ടപ്പെടലാണ്. അള്ളാഹുവിന്റെ കാരുണ്യം എന്നാൽ സ്വർഗമാണ്. ആ കാരുണ്യം നഷ്ടപ്പെട്ട് നരകത്തിൽ അവസാനിക്കുന്ന മഹാപാപമാണ് പലിശ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രിയിൽ ഒരു സ്വപ്നം കണ്ടു. 2 മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോയി. അവിടുന്ന് പല സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോയി. ആ യാത്രയിൽ
രക്തത്തിന്റെ ഒരു നദി കാണുകയുണ്ടായി. അതിനകത്ത് ഒരു മനുഷ്യൻ നീന്തിക്കൊണ്ടിരിക്കുന്നു. നദിയുടെ കരയിൽ മറ്റൊരു മനുഷ്യൻ കുറെ കല്ലുകളുമായി നിൽക്കുന്നു. നീന്തി വരുന്ന ആൾ കരയോടടുക്കുമ്പോൾ കരയിലുള്ള ആൾ കല്ലെടുത്ത് അയാളുടെ വായിലേക്ക് എറിയുന്നു. അയാൾ വീണു പോകുന്നു. വീണ്ടും അയാൾ നദിയിൽ നിന്നും കരയോടടുക്കുമ്പോൾ കരയിലുള്ള മനുഷ്യൻ കല്ലെറിയുന്നു. ഈ പ്രോസസ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അയാളുടെ വായിലേക്ക് എറിയുന്ന കല്ലുകൾ നിമിത്തമാണ് ആ നദി രക്തത്തിൻ്റെതായി മാറിയത്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരാണ് അയാൾ? ഈ വ്യക്തി പലിശ തിന്നുന്ന ആളാണ് എന്നായിരുന്നു മലക്കുകളുടെ മറുപടി. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ഹദീസിനെ കുറിച്ച് കേട്ടിരുന്നു. അന്ന് എനിക്ക് സംസാരിക്കാൻ ധൈര്യമോ ഇതുപോലുള്ള അവസരങ്ങളോ ഉണ്ടായിരുന്നില്ല. മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, പലിശയ്ക്ക് 70-ൽ പരം ഇനങ്ങളുണ്ട്. അതായത് പല ഇൻവെസ്റ്റ്മെന്റുകൾ, EMI, ക്രെഡിറ്റ് കാർഡ്, അങ്ങനെ. ഇതിൽ ഏറ്റവും ചെറിയ ഇനം ഒരാൾ തന്റെ മാതാവുമായി ക്ഷയിക്കുന്നത് പോലെയാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും രീതിയിലുള്ള പലിശയുമായി ബന്ധമുണ്ടെങ്കിൽ ഉടൻ തന്നെ മാറി നിൽക്കണം. അതിനായി ആത്മാർത്ഥമായി റബ്ബിനോട് ദുആ ചെയ്യണം. ഇവിടെ പലിശയുമായി ബന്ധപ്പെട്ട ആയത്തുകളിലൂടെ നമുക്കൊന്ന് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس ذلك بأنهم قالوا إنما البيع مثل الربا وأحل الله البيع وحرم الربا فمن جاءه موعظة من ربه فانتهى فله ما سلف وأمره إلى الله ومن عاد فأولئك أصحاب النار هم فيها خالدون. പലിശ മുതൽ തിന്നുന്നവൻ ബാധ അഥവാ ഭ്രാന്ത് നിമിത്തം പിശാച് മറിച്ചു വീഴ്ത്തുന്നവർ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ എഴുന്നേൽക്കുന്നതല്ല. അതായത് അന്ത്യനാളിൽ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്ന വിധമാണ് ഈ പറയുന്നത്. അത് നിശ്ചയമായും കച്ചവടം പലിശ പോലെ തന്നെയാണ് എന്ന് അവർ പറഞ്ഞതുകൊണ്ടത്രേ. കച്ചവടം അള്ളാഹു അനുവദനീയമാക്കുകയും പലിശ അവർ നിഷിദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ഏതൊരുവൻ തന്റെ റബ്ബിൽ നിന്നുള്ള സതുപദേശം വന്നിട്ട് അവൻ അതിൽ നിന്ന് വിരമിച്ചുവോ, എന്നാൽ അവന് മുൻകഴിഞ്ഞതുണ്ടായിരിക്കും. അവന്റെ കാര്യം അള്ളാഹുവിലേക്കാകുന്നു. യാതൊരുവൻ വീണ്ടും ആവർത്തിച്ചുവോ അക്കൂട്ടർ നരകത്തിന്റെ ആളുകളായിരിക്കും. അവർ അതിൽ നിത്യവാസികളായിരിക്കും. വ്യക്തമായ ആയത്തുകളിലൂടെ പലിശയുടെ തെറ്റിനെ കുറിച്ച് അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജ് യാത്രയിൽ ചില ആളുകളുടെ വയറുകൾ നിറയെ പാമ്പുകളുമായി കൊണ്ടുവരപ്പെട്ടു. അവരുടെ വയറുകൾ പാമ്പുകളുടെ വീട് പോലെ ആയിരുന്നു. സുബ്ഹാനല്ലാഹ്. ആരാണിവർ എന്ന് ചോദിച്ചപ്പോൾ പലിശ മുതൽ ഭക്ഷിച്ചവരാണിവർ എന്നായിരുന്നു മലക്കുകളുടെ മറുപടി. ചിലരെങ്കിലും പലിശ അനുവദനീയമാണെന്ന രീതിയിൽ പല എക്സ്ക്യൂസുകളും കണ്ടെത്താറുണ്ട്. അള്ളാഹു ഹറാമാക്കിയ പലിശയെ ഹലാലാക്കാൻ വേണ്ടി പല എക്സ്ക്യൂസുകളും കൊണ്ടുവരാറുണ്ട്. 40ഓളം ഹദീസുകളിൽ പലിശ ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. തിരിച്ചറിവില്ലാത്ത കാലത്ത് നമ്മിൽ നിന്നും പല തെറ്റുകളും വന്നിട്ടുണ്ടാവും. പക്ഷേ അള്ളാഹു ആണ് പുറത്തു തരുന്നവൻ. ആ തെറ്റിനെ കുറിച്ചറിഞ്ഞിട്ടും അതിൽ തുടരുന്നവൻ നരകത്തിൽ നിത്യവാസികളായിരിക്കും. വൻ പാപങ്ങളായ ഷിർക്ക്, സിഹ്റ്, കൊല, വ്യഭിചാരം ഇതൊക്കെ വലിയ ഗൗരവത്തിൽ കാണുന്നുണ്ടെങ്കിലും പലിശയുടെ ഗൗരവം നമ്മിൽ പലരും ചിന്തിക്കാറില്ല. പലരും പറയും എന്റെ സാഹചര്യം കൊണ്ടായി പോയതാണെന്ന്. പക്ഷേ എത്ര അത്യാവശ്യമാണെങ്കിലും പലിശ ഹലാലല്ല. ഈ ദുനിയാവിലെ ജീവിതം ഏതു സാഹചര്യത്തിലും അള്ളാഹുവിനെ അനുസരിക്കുന്നുണ്ടോ എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. നൈമിഷികമായ ഈ ദുനിയാവിലെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി നാളെ ശാശ്വതമായ ജീവിതം മറന്നു പോവുകയാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകളെ വളച്ചൊടുക്കുകയാണ്. അള്ളാഹുവിനെ അനുസരിക്കുന്നവരെ അള്ളാഹു സഹായിക്കുമെന്നത് മനഃപൂർവ്വം മറന്നുപോകും. ദുനിയാവിൽ മറ്റുള്ളവരിൽ നിന്ന് കുറച്ച് പിറകിലായെന്ന് വെച്ച് ഒരു കുഴപ്പവുമില്ല. പരലോകത്ത് പിറകിലാവാതിരുന്നാൽ മതി. റിസ്ക് തരുന്ന അള്ളാഹുവിനെ ആ റിസ്കിൽ ബർക്കത്ത് നൽകാൻ കഴിയും. ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, നമുക്ക് അങ്ങനൊക്കെ പറയാം, നിങ്ങൾക്ക് ഈ സാഹചര്യമൊന്നും ഇല്ലല്ലോ എന്ന്. അള്ളാഹു ഒരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിക്കുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. ഇതല്ലാതെ വേറെ വഴിയില്ലെന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിക്കും. വഴികൾ തുറന്നു തരുന്നത് അള്ളാഹു ആണ്.
തിരിച്ചറിവ് തരുന്നവൻ അല്ലാഹുവാണ്, സഹായിക്കുന്നവനും അല്ലാഹുവാണ്. പലിശയുമായി ബന്ധപ്പെട്ടതെല്ലാം സ്റ്റോപ്പ് ചെയ്യുക, തൗബ ചെയ്യുക, നന്മകൾ വർദ്ധിപ്പിക്കുക. മാസങ്ങളോളം വാടക വീട്ടിൽ കഴിഞ്ഞാലും അത് ഹറാമല്ല. പക്ഷേ ലോൺ എടുത്ത് വീട് വെക്കുന്നത് അത് ഹറാമാണ്. ആ ഹറാം ഒഴിവാക്കുന്നതിന് വേണ്ടി വാടക വീടിന് വാടക കൊടുക്കുന്നുണ്ട് എങ്കിൽ അത് അള്ളാഹുവിന്റെ ഹറാം ഒഴിവാക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന സ്വതക്കയാണ്. പലിശയിലൂടെ അവൻ നേടുന്ന സമ്പാദ്യത്തിലെ ബർക്കത്ത് അള്ളാഹു നഷ്ടപ്പെടുത്തുന്നു. അതിലൂടെയുണ്ടാക്കുന്ന ജീവിത സൗഭാഗ്യങ്ങളിലെ ബർക്കത്ത് അള്ളാഹു നഷ്ടപ്പെടുത്തും. ജീവിതത്തിൽ നിരാശയായിരിക്കും, വീടുകളിൽ സമാധാനം ഉണ്ടായിരിക്കുകയില്ല. യംഹഖുല്ലാഹു الرِّبَ وَيُرْبِي الصَّدَقَاتِ وَاللَّهُ لَا يُحِبُّ كُلَّ كَفَّارٍ أَثِيمٍ. പലിശയെ അള്ളാഹു തുടച്ചു നീക്കുന്നു, ദാനധർമ്മങ്ങളെ അവൻ വളർത്തുകയും ചെയ്യുന്നു. അള്ളാഹു ആകട്ടെ മഹാപാപിയായ നന്ദികെട്ട ഒരാളെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നതല്ല. റിബായിലൂടെ ഏതെങ്കിലും രീതികളിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളുടെ സക്കാത്ത്, സ്വതക്ക ഇവയുടെയൊക്കെ പ്രതിഫലം അള്ളാഹു നഷ്ടപ്പെടുത്തുക തന്നെ ചെയ്യും. എന്നാൽ സ്വതക്ക ചെയ്യുന്ന ആളുടെ സമ്പാദ്യത്തിൽ അള്ളാഹു ബർക്കത്ത് നൽകും. സ്വതക്കയുടെ പ്രതിഫലം 700 അതിന്റെ ഇരട്ടിയോ ആണ്. അത് ദുനിയാവിലും ആഖിറത്തിലും ലഭിക്കും. അള്ളാഹു തന്ന അനുഗ്രഹത്തിൽ നന്ദിയില്ലാത്തവർക്കാണ് കൂടുതൽ കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളവരെ അള്ളാഹുവിന് ഇഷ്ടമല്ല. നാളത്തെ വിചാരണയെക്കുറിച്ചുള്ള ശരിയായ ബോധം അവർക്കുണ്ടാവുകയില്ല. നൈമിഷികമായ ദുനിയാവിലെ സുഖ സൗകര്യങ്ങളെക്കുറിച്ച് മാത്രം അവർ ചിന്തിക്കുന്നുള്ളൂ. ലോൺ ഉള്ളത് കൊണ്ട് സക്കാത്ത് നിർബന്ധമില്ലെന്ന എക്സ്ക്യൂസ് കണ്ടെത്തുന്നവരുമുണ്ട്. ദുനിയാവിലെ വീടിനു വേണ്ടി, ഒരു പ്രകൃതി ദുരന്തം വന്നാൽ തകരുന്ന വീടിനു വേണ്ടി, ഏത് സമയത്തും മെയിന്റനൻസ് ആവശ്യമുള്ള വീടിനു വേണ്ടി സ്വർഗത്തിലെ വീട് വേണ്ടെന്ന് വെക്കുകയാണ് അവർ. ഒരു ദിവസം നമ്മുടേതല്ലാതായി തീരുന്ന വീടാണത്. അതിനുവേണ്ടി പരലോകത്ത് നമുക്കൊരുക്കി വെച്ച സ്വർഗത്തിലെ വീട് നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ സമ്പത്തിനെ ഒരു ബാത്റൂം പോലെ മാത്രമേ കണക്കാക്കാവൂ. അത് അത്യാവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കണം. ഒഴിച്ചുകൂടാനാവില്ല, പക്ഷേ ഫുൾ ടൈം അതിലാവരുത് നമ്മൾ. ഒരു വിശ്വാസിക്ക് അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കാനാവില്ല. നമ്മളൊക്കെ വിചാരിക്കും ഈ പലിശ ഇടപാടുകളൊക്കെ ഒരു 2 വർഷം കൊണ്ട് ഇതൊക്കെ തീർക്കാമെന്ന്. ഈ 2 വർഷം ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കാമോ? ഇന്നലെ മോന്റെ ഫ്രണ്ടിന്റെ അനിയത്തിയും ഉമ്മയും യാത്ര ചെയ്ത സ്കൂട്ടർ ലോറി ഇടിച്ച് മോൾ മരിച്ചു. ഉമ്മ കുഞ്ഞിന്റെ മരണവാർത്ത പോലും അറിയാതെ അബോധാവസ്ഥയിലാണ്. റബ്ബിന്റെ പരീക്ഷണങ്ങളെ കുറിച്ച് ദിവസേന ഓർമ്മപ്പെടുത്തലുകൾ കേൾക്കുന്നുണ്ട്, എങ്കിലും താങ്ങാൻ കഴിയുന്നില്ല. 5 നേരവും പ്രാർത്ഥിക്കുന്നുണ്ട് ആ കുടുംബത്തിന് ക്ഷമ കിട്ടാൻ. നിങ്ങളും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. അതിനുവേണ്ടിയാണ് ഈ ഒരു അവസരത്തിൽ ഞാനിവിടെ പറഞ്ഞത്. ഇവിടെ പലിശയുടെ ഗൗരവം അറിഞ്ഞ അപ്പോൾ തന്നെ റബ്ബിനോട് പ്രാർത്ഥിക്കണം. റബ്ബേ, ഒരു വഴി കാണിച്ചു തരണേ. റബ്ബിന്റെ അടുത്ത് എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട്. എത്രയും പെട്ടെന്ന് ഒഴിവാക്കണം പലിശ ഇടപാടുകൾ. തൗബ ചെയ്യണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വദറൂ മാ ബഖിയ മിനർ റിബാ ഇൻ കുൻതും മുഅ്മിനീൻ. വിശ്വസിച്ചവരെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നു, പലിശയിൽ നിന്നും ബാക്കിയുള്ളതിനെ വിട്ടുകളയുകയും ചെയ്യുവിൻ. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ, നിങ്ങൾക്ക് ശരിയായ ഈമാൻ ഉണ്ടെങ്കിൽ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ഈ നിമിഷം വിട്ടുകളയണം. നമുക്ക് തോന്നുന്നുണ്ടാവും അതൊക്കെ പറയാൻ എളുപ്പമാണ്, അനുഭവിക്കുന്നവർക്കേ അതറിയൂ എന്ന്. പക്ഷെ അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഇവിടെ പലിശ നിർത്തുക മാത്രമേ രക്ഷയുള്ളൂ. നമ്മുടെയൊക്കെ ആത്യന്തിക ലക്ഷ്യം എന്താ? സ്വർഗം. അവിടെ വെച്ച് അള്ളാഹുവിനെയും റസൂലിനെയും കാണണം. ഇതൊക്കെയല്ലേ? എന്തിനാ ഹറാമിൽ നിന്നും നമ്മുടെ കണ്ണുകളെ മാറ്റി നിർത്തുന്നത്? എന്റെ റബ്ബിനെയും റസൂലിനെയും കാണാനുള്ള കണ്ണുകളാണിത്. തെറ്റുകൾ കേൾക്കുമ്പോൾ വിട്ടുനിൽക്കുന്നത് എന്തിനാ? ഈ കാതുകൊണ്ട് വേണം എന്റെ റബ്ബിന്റെയും റസൂലിന്റെയും സംസാരം കേൾക്കാൻ. ഈ നാവ് കൊണ്ട് ഹറാം പറയാൻ മടിക്കുന്നത് എന്താ? എന്റെ റബ്ബിനോടും റസൂലിനോടും സംസാരിക്കാനുള്ള നാവാണിത്. ഈ കൈകൾ കൊണ്ടെന്താ ഹറാം ചെയ്യാൻ മടിക്കുന്നത്? എന്റെ റസൂലിനോട് സലാം പറയേണ്ട കൈകളാണിത്. എന്നാൽ സൂറത്തുൽ ബഖറയിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, ഈ പലിശ ഇടപാടുകൾ വിട്ടുകളയാത്തവർ അള്ളാഹുവും റസൂലുമായി യുദ്ധം പ്രഖ്യാപിച്ചവരെ പോലെയാണ്. ബദറിലും ഉഹദിലും യുദ്ധം ചെയ്തതുപോലെ അള്ളാഹുവും റസൂലുമായി
യുദ്ധം ചെയ്യാൻ മുശ്രിക്കുകൾ യുദ്ധം ചെയ്തതുപോലെ അള്ളാഹും റസൂലുമായി യുദ്ധം ചെയ്യാൻ നമുക്ക് കഴിയോ? നമുക്ക് എങ്ങനെ യൗമുൽ ഖിയാമയിൽ അള്ളാഹും റസൂലുമായി യുദ്ധം ചെയ്യാൻ കഴിയും? പ്രിയപ്പെട്ടവരെ, വലിയ ബംഗ്ലാവോ വലിയ വാഹനങ്ങളോ ഒന്നും വേണ്ട നമുക്ക്. രത്നക്കല്ലുകൊണ്ട് അലങ്കരിച്ച സ്വർഗത്തിലെ വീട് മതി നമുക്ക്. യൗമുൽ ഖിയാമയിൽ അള്ളാഹുവിനോട് സമർത്ഥിക്കാൻ നമുക്ക് കഴിയുമോ? നമുക്ക് അത്യാവശ്യമായിരുന്നെന്ന് പറയാൻ കഴിയോ? ആ സാഹചര്യങ്ങളിലേക്ക് നമ്മെ പരീക്ഷിക്കാൻ വേണ്ടി എത്തിച്ച റബ്ബിനോട് എങ്ങനെ പറയും? നമ്മുടെ സാഹചര്യങ്ങളെ കുറിച്ച് തിരുത്താൻ എളുപ്പമാണ്. തൗബ ചെയ്ത് മടങ്ങണം. ഇന്നു തന്നെ മാറാൻ റെഡിയാവണം. നാളെ നമ്മൾ ജീവിച്ചിരിക്കുമോ എന്നറിയില്ല. ഇന്ന് മരിച്ചാൽ നാളെ റബ്ബിന്റെ കോടതിയിൽ വിചാരണ നേരിടേണ്ടി വരും. ബർസഖി ജീവിതത്തിൽ സമയത്തിന് പ്രസക്തിയില്ല. ഒരിക്കലും ലേറ്റ് ആക്കരുത്. തിന്മകളിൽ നിന്ന് തിന്മകളിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാം നിർത്തിവെക്കണം. പലിശ വാങ്ങിയ ഒരാൾക്ക്, കടം വാങ്ങിയ ഒരാൾക്ക് അത് തിരിച്ചു തരാൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായാൽ അത് വിട്ടുകൊടുക്കാൻ കഴിവുള്ളവർ വിട്ടുകൊടുക്കുന്നുവെങ്കിൽ അത് ഏറ്റവും ഉത്തമമാണ്, പ്രതിഫലാർഹമാണ്. ഓരോ ദിവസം സമയം കൊടുക്കുമ്പോഴും ഓരോ ദിവസം ആ സംഖ്യ സ്വതക്ക ചെയ്ത പ്രതിഫലമാണ്. കടം കൊടുത്തതിന്റെ പേരിൽ അവരിൽ നിന്ന് എന്തെങ്കിലും പ്രയോജനം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് മുമ്പ് അങ്ങനെയൊരു ബന്ധമില്ലായിരുന്നുവെങ്കിൽ അത് അവരെ മുതലാക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ ചെയ്യുന്നത് അത് അയാളിൽ നിന്ന് പലിശ വാങ്ങുന്നതിനും തുല്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാന സമയങ്ങളിൽ ഇറങ്ങിയ ഒരു ആയത്തിൽ പറയുന്നുണ്ട്, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുളമൂൻ. നിങ്ങൾ അള്ളാഹുവിങ്കലേക്ക് മടക്കപ്പെടുന്നതായ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുവിൻ. പിന്നെ ഓരോ ദേഹത്തിനും അത് സമ്പാദിച്ചുണ്ടാക്കിയത് അതിന്റെ പ്രതിഫലം നിറവേറ്റിക്കൊടുക്കപ്പെടുന്നതാണ്. അവരാകട്ടെ അക്രമം ചെയ്യപ്പെടുകയില്ലതാനും. അള്ളാഹുവിന്റെ വിചാരണ കോടതിയിൽ ഇന്ന് നാം സമ്പാദിച്ചു വെച്ചതൊക്കെ ചോദ്യം ചെയ്യപ്പെടുക തന്നെയും ചെയ്യും. ഏത് രീതിയിൽ സമ്പാദിച്ചെന്നും ഏത് രീതിയിൽ ചെലവഴിച്ചെന്നും ചോദ്യം ചെയ്യപ്പെടും. ഒരു നീതിയും നമുക്ക് നഷ്ടപ്പെടില്ല. അയാൾ നേടിയ സമ്പാദ്യം, അയാൾ നേടിയ അറിവ്, അയാളുടെ മക്കൾ, അയാളുടെ സ്വതക്ക എല്ലാം ചോദ്യം ചെയ്യപ്പെടും. ഉറപ്പുള്ളതാണത്. അള്ളാഹുവിന്റെ മുമ്പിൽ സമാധാനത്തോടെ സമർപ്പിക്കാൻ, ആത്മാർത്ഥമായി ഞാൻ ചെയ്ത സൽക്കർമ്മം എന്ന് സമർപ്പിക്കാൻ എന്തുണ്ട് നമുക്ക്? സകല പാപങ്ങളും പൊരുത്തപ്പെടാവുന്ന എന്തെങ്കിലും ഒരു അമൽ, എല്ലാവരും ചെയ്യുന്നതിലപ്പുറം നിർബന്ധമായ കർമ്മങ്ങൾ ഒഴികെ എന്തെങ്കിലും അവകാശപ്പെടാൻ കഴിയുമോ നമുക്ക്? അത്രയേറെ വിശിഷ്ടമായി റബ്ബിനടുത്ത് നൽകാൻ മാത്രം ഒന്നും ഞങ്ങളെ പക്കലില്ല റബ്ബേ. നമ്മൾ മറന്നു പോകുന്ന തിന്മകളൊക്കെ റബ്ബ് രേഖപ്പെടുത്തുന്നുണ്ട്. അതൊക്കെ മായ്ക്കാൻ മാത്രം വിശിഷ്ടമായ ഒരു സൽക്കർമ്മങ്ങളുമില്ല റബ്ബേ. ഇന്ന് പലരും കച്ചവടങ്ങളിൽ പണമിറക്കാറുണ്ട്. ലാഭമായാലും നഷ്ടമായാലും ഒരു ഫിക്സഡ് എമൗണ്ട് കൊടുക്കുമ്പോൾ അത് പലിശയാണ്. അറിഞ്ഞോ അറിയാതെയോ നമ്മളൊക്കെ അതിൽ പെടാറുണ്ട്. ലാഭവിഹിതത്തിൽ ഇത്ര ശതമാനം എന്ന എഗ്രിമെന്റിൽ കച്ചവടം നടത്താം. അല്ലാതെ ഒരു ഫിക്സഡ് എമൗണ്ട് ആവുമ്പോൾ അത് തീർച്ചയായും പലിശയാണ്. അതുപോലെ കടം വാങ്ങിയ ആളിൽ നിന്ന് മുമ്പില്ലാത്ത വിധത്തിൽ ആ കടത്തിന് പകരമായി ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതും പലിശയ്ക്ക് തുല്യമാണ്. വാഹനമിടപാടുകൾ, ജ്വല്ലറി ഇടപാടുകൾ, കുടുംബശ്രീ കുറി, പോസ്റ്റ് ഓഫീസ് കുറി, ഇവയൊക്കെ അതു സംബന്ധമായി നന്നായി അറിയാവുന്ന പണ്ഡിതരോട് ചോദിച്ച് നന്നായി അന്വേഷിച്ച് ഇത്തരം ഇടപാടുകൾ നടത്തി നമ്മുടെ സമ്പാദ്യത്തിലെ പരിശുദ്ധി ഉറപ്പുവരുത്തുക. അള്ളാഹുവിന്റെ കോടതിയിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് അവസാനമായി ഇറക്കപ്പെട്ട ആയത്ത് ഓർക്കുക. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക, തൗബ ചെയ്യുക. അള്ളാഹു ഒരു വഴി കാണിച്ചു തരിക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക. നമ്മൾ ചിന്തിക്ക പോലും ചെയ്യാത്ത വഴികളിലൂടെ അള്ളാഹു രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും. അവിടെ എന്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുക. മറ്റുള്ളവരോട് ആവലാതി പറയുന്നതിനേക്കാളും റബ്ബിനോട് ആവലാതി പറയുക. അതിൽ വല്ലാത്തൊരു സമാധാനമാണ്. മുമ്പൊക്കെ ഓരോ സംശയങ്ങളും ആവലാതികളുമായി ഐഷ മാമിന് മെസ്സേജ് ചെയ്യുമായിരുന്നു. എന്നിട്ട് ഇടയ്ക്കിടെ നോക്കും, മാം കണ്ടിട്ടുണ്ടോ, റിപ്ലൈ വിട്ടിക്കണോ എന്നൊക്കെ. പിന്നെ ഞാൻ ചിന്തിച്ചു, ഞാൻ മനസ്സിൽ കാണുമ്പോഴേക്ക് എന്റെ റബ്ബ് അതറിയുന്നുണ്ട്. പിന്നെ എന്താ ഈ ആവലാതികളൊക്കെ റബ്ബിനോട് പറഞ്ഞാൽ അങ്ങനെ ചെയ്തു തുടങ്ങിയ ശേഷം വല്ലാത്തൊരു സമാധാനമാണ്.
അവിടെ നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ സൊല്യൂഷൻ കിട്ടും. സാഹചര്യങ്ങളൊക്കെ അനുകൂലമാക്കി തരും. ഹൃദയം വിശാലമാക്കി തരും. സുബ്ഹാനല്ലാഹ്. നമ്മളെ ഏറ്റവും അറിയുന്ന ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതേ ഫീലിംഗിലായിരിക്കില്ല അവർ മനസ്സിലാക്കുക. പക്ഷേ ഹൃദയങ്ങളിലുള്ളത് പോലും അറിയാവുന്ന റബ്ബിനറിയാം നമ്മുടെ ഫീലിംഗ്സുകളൊക്കെ. ആ റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, അല്ലാഹുവേ